എൻ്റെ ആ വെള്ളം ഇട്ടോ. ഇത് നമ്മളപ്പോൾ മീനച്ചിലാറ്റിൽ കൂടെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ഇതിനകത്ത് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വെള്ളം ഭയങ്കര മടുപ്പാണ്. സോ നമ്മൾ മീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. നമ്മൾ ചുമ്മാ ഇങ്ങനെ പോകുന്നു. മീൻ കിട്ടിയാൽ കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. ഇതൊരു ഇല്ലിക്കാടാണ് കേട്ടോ. നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന്. സോ നമുക്ക് ഞാൻ കുറച്ച് പുറകിലേക്ക് പോകാം. രക്ഷ. അപ്പം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം കേട്ടോ. മീനാണോ ഏടാ? മീനാണോ? ആഹാ. ചൂണ്ടയാണോ? മീനുണ്ടോ? മീനുണ്ടോ? ആഹാ. ഇത് എറണാകുളത്ത് നിന്ന്. ഇതിന് 65 രൂപ. ആ, അത് അത്രയും ഉണ്ട്. എടുത്തോണ്ട് കിടക്കാം. എളുപ്പം 20 കിലോ ഉള്ളൂ. 35 കിലോമീറ്റർ വെള്ളമുണ്ട്. ഫൈബർ ബോട്ട് 4 പേർക്ക് കയറാം. അതിന് 68. വെള്ളം കലക്കലല്ലേ കുറേ സൈഡ്. നമ്മളൊരു 100-500 മീറ്റർ ഇങ്ങോട്ട് വന്നു. മീനൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുമ്പോഴേക്കും ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും വലത്തുവശത്തും കൂടിയാണ് കാസ്റ്റ് ചെയ്യുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഇടത്തുവശത്തോടെ പോകാൻ വേണ്ടി പോകണം കേട്ടോ. നല്ലൊരു മുളങ്കാട്ടിലേക്ക് കയറുവാണ്. നമുക്ക് കറക്റ്റ് കയാക്കിന് പോകാനുള്ള സ്ഥലമുള്ളൂ. സോ പെർഫെക്റ്റ്. അടിപൊളി സ്ഥലമാണല്ലോ. ഇതിനകത്ത് പുറത്ത് കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിച്ചിരി പണി പിടിച്ച പരിപാടിയാണ്. വാ. ആ പറഞ്ഞേക്കാം ക്യാമറ ക്യാമറ വേണം. പേരെങ്ങനെയല്ല അവിടെ? അമൽ.
ആഷിഖ് നല്ലതായിട്ട് നീന്താ അറിയാലോ അല്ലേ? അടിപൊളി. പോയിക്കോ കേട്ടോ. എപ്പോ നിങ്ങൾ കയറുന്നേ? ആണോ? ഇവിടെ അടുത്തിനാണോ ഇവിടെ? ആ ശരി ശരി, നടക്കട്ടെ അപ്പൊ. ബൈ ബൈ. സ്റ്റിക്ക്. സമയം ഇപ്പം 6 മണിയായിട്ട് 5 മിനിറ്റ്. നമ്മൾ മീനച്ചിലാറ്റിലാണ് കയാക്കിങ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കണ്ട നല്ലൊരു കാഴ്ചയാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇപ്പം നമ്മൾ ഇതിൻ്റെ നടുക്കൂടെ ഇങ്ങനെ തുഴഞ്ഞു പോവാണ്. വെള്ളം ഒരു ഇച്ചിരി മടുപ്പാണ് കേട്ടോ, വെള്ളം ഇച്ചിരി കലങ്ങിയിട്ടുണ്ട്. മിക്കവാറും പാലാ സൈഡിലൊക്കെ മഴ പെയ്യുന്നുണ്ടായിരിക്കും. ഇവിടെ ഇച്ചിരി ഒഴുക്കുണ്ട്, ഞാൻ കാണിച്ചതേ. നമ്മൾ വണ്ടി ഇട്ടേക്കുന്നത് അവിടെയാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ കയാക്കിങ് കഴിഞ്ഞ് നമ്മൾ ഈ വണ്ടി ഇതിൻ്റെ അടുത്തോട്ട് കയാക്ക് കയറ്റാം. മീനൊന്നും കിട്ടാത്തൊരു ദിവസം, പക്ഷേ നമ്മൾ കയാക്കിങ് എൻജോയ് ചെയ്തു.